ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അതെ, പരിപ്പുവടയാണ് ഇന്നത്തെ ഐറ്റം. ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ച തുവരപ്പരിപ്പാണ് കാണുന്നത്. അതിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ മാറ്റി വെക്കുവാണേ. നമുക്ക് ലാസ്റ്റിൽ അത് ചേർക്കാം. ബാക്കിയുള്ള തുവരപ്പരിപ്പ് ഞാൻ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുവാണ്. ഈ കാണുന്ന പരുവത്തിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ടേ. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്: കൊച്ചുള്ളി ഞാനൊരു 15, ഒരു ചെറിയ ഇഞ്ചി, ഒരു 2 വറ്റൽമുളക്, 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് ഞാൻ ഇതെല്ലാം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് മൊത്തത്തിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ആദ്യം കുറച്ചേ ചേർത്തുള്ളൂ, പിന്നീട് എനിക്ക് ടേസ്റ്റ് കുറവെന്ന് തോന്നി ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഒന്ന് മുന്നിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കായപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് ഞാൻ അതിന് ഒരു ഉരുള ഉരുട്ടി കയ്യിലോട്ട് എടുത്ത് ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അത് വിട്ടു പോകാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിലോട്ടൊന്ന് പ്രസ് ചെയ്യുക. എഡ്ജെല്ലാം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ അടുപ്പത്തോട്ട് പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് ഹീറ്റ് ഒരു മീഡിയം ലെവൽ ഹീറ്റാണ് വെച്ചേക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ 500 to 800 റേഞ്ചിലോട്ട് വെച്ചിരുന്നാൽ മതി. അതിൽ കൂടുതലാവരുത്. കൂടുതലായ നമ്മുടെ പരിപ്പ് വട പൊട്ടിപ്പോകുന്നതാണ്. പാൻ ഹീറ്റായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോ വട 1 by 1 ആയിട്ട് ഇടുവാണേ. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. Hope you enjoyed the video. Like, share, comment and subscribe. Bye.